സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാം ദുആ ചെയ്ത ഒരു ദുആയുണ്ട്. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയ്യാതിനാ ഖുർറത അയുനിൻ വജ്അൽനാ ലിൽമുത്തഖീന ഇമാമാ. റബ്ബനാ ഞങ്ങളുടെ റബ്ബേ, ഹബ് ലനാ ഞങ്ങൾക്ക് നീ ഓശാരമായി നൽകണമേ, മിൻ അസ്വാജിനാ ഞങ്ങളുടെ ഇണകളിൽ നിന്ന്, വദുർരിയ്യാതിനാ ഞങ്ങളുടെ സന്താനങ്ങളിൽ നിന്നും, ഖുർറത അയുനിൻ കണ്ണിന് നനവ് നൽകണമേ റബ്ബേ, വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ ഞങ്ങളെ നീ മുത്തഖിയാക്കണേ എന്നല്ല, മുത്തഖീങ്ങളുടെ ഇമാമാക്കണേ റബ്ബേ എന്ന് സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാം ദുആ ചെയ്തിട്ടുണ്ട്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ഈ ദുആയുടെ തഫ്സീറുകൾ പരിശോധിച്ചാൽ അത്ഭുതകരമായ ഒരു കാര്യം കാണാം. ഭാര്യമാരിൽ നിന്നും ഭർത്താക്കന്മാരിൽ നിന്നും സന്താനങ്ങളിൽ നിന്നും കണ്ണിന് കുളിർമ നൽകണേ എന്ന് പറഞ്ഞാൽ, കണ്ണിന് നനവ് നൽകണേ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് റഈസുൽ മുഫസ്സിരീൻ സയ്യിദുനാ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നുണ്ട്. നിന്റെ മക്കളിൽ നിന്ന് നിന്റെ കണ്ണിന് നനവ് എന്ന് പറഞ്ഞാൽ, നിന്റെ മക്കൾ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നത് നീ കാണുമ്പോൾ കണ്ണിൽ നിന്ന് കണ്ണുനീര് വരലാകുന്നു എന്ന് സയ്യിദുനാ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞിരിക്കുന്നു. വാപ്പ വൈകുന്നേരം അങ്ങാടിയിൽ പോയി തിരിച്ച് വീട്ടിലേക്ക് വന്ന് പൂമുഖത്തേക്ക് കയറി ഡൈനിങ് ഹാളിലേക്ക് ചെന്നപ്പോ നിന്റെ മകൻ നിന്റെ മകൾ പരിശുദ്ധ ഖുർആൻ ഇങ്ങനെ മനോഹരമായി ഓതുന്നുണ്ട്. ആ ഖുർആനോത്ത് കേട്ടപ്പോ നിന്റെ കണ്ണിൽ നിന്ന് രണ്ടിറ്റ് കണ്ണുനീര് വന്നാൽ, ആ കണ്ണുനീരിന് വേണ്ടിയാണ് മനുഷ്യപിതാവെന്ന് വിശേഷിപ്പിക്കപ്പെട്ട സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാം ദുആ ചെയ്തത്. ഇബ്രാഹിം നബി നിങ്ങളുടെ വാപ്പയാണെന്ന് ഖുർആൻ പറഞ്ഞു. മില്ലത അബീകും ഇബ്രാഹിം ഹുവ സമ്മാകുമുൽ മുസ്ലിമീൻ. നിങ്ങളുടെ വാപ്പയാണ് സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാം എന്ന് പറഞ്ഞ ഇബ്രാഹിം നബി മക്കളിൽ നിന്ന് കണ്ണിന് നനവ് നൽകണേ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം, മക്കൾ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നതായി നീ കാണലാണ്. നിന്റെ മകൻ ഹജ്ജിന് പോകാണ് എന്ന് പറഞ്ഞു, ഉംറക്ക് പോകാണ് എന്ന് പറഞ്ഞു, യാത്ര പറഞ്ഞ് സലാം പറഞ്ഞ് വീട്ടിൽ നിന്നിറങ്ങുമ്പോ നിന്റെ കണ്ണിൽ നിന്ന് രണ്ടിറ്റ് കണ്ണുനീര് വരുന്നു എങ്കിൽ അതിന്റെ പേരാണ് മക്കളെ കൊണ്ടുള്ള കണ്ണിന്റെ കുളിർമ, കണ്ണിന്റെ നനവ് എന്ന് പറയുന്നത്. വൈകുന്നേരം അങ്ങാടിയിൽ പോയി തിരിച്ചു വന്ന് വീട്ടിലേക്ക് കയറിയപ്പോ ഭാര്യ നിസ്കരിച്ചു കൊണ്ടിരിക്കുന്നത് കണ്ടപ്പോ സന്തോഷം വന്നാൽ അതാണ് ഭാര്യയിൽ നിന്നുള്ള കണ്ണിന്റെ കുളിർമ. ഭർത്താവ് സുബഹിന്റെ മുമ്പ് എഴുന്നേറ്റ് 2 റക്അത്ത് തഹജ്ജുദ് നിസ്കരിക്കുന്നത് ഉറക്കത്തിൽ നിന്നുണർന്ന ഭാര്യ കാണുമ്പോൾ സന്തോഷം വരുന്നുവെങ്കിൽ അതാണ് ഭർത്താവിൽ നിന്നുള്ള കണ്ണിന്റെ കുളിർമ. അതിനാണ് സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാം ദുആ ചെയ്തിട്ടുള്ളത്. കുട്ടികളെ കൊണ്ടും മക്കളെ കൊണ്ടും ഭാര്യനെ കൊണ്ടും ഭർത്താവിനെ കൊണ്ടും നമ്മൾ സലാമത്താവുക എന്ന് പറഞ്ഞാൽ അവർ ഇബാദത്ത് ചെയ്യുന്നത് കണ്ണുകൊണ്ട് കാണാനുള്ള തൗഫീഖ് ഉണ്ടാവുക എന്ന് തന്നെയാണ്. അപ്പോഴേ മനുഷ്യന്റെ ജീവിതം വിജയിക്കൊള്ളൂ. പരിശുദ്ധമായ ഖുർആൻ ശരീഫിൽ തന്റെ മകനെ ഉപദേശിച്ച ഒരു വാപ്പാന്റെ കഥ പറയുന്നുണ്ട്. സയ്യിദുനാ ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു അൻഹു എന്ന മഹാനുഭാവന്റെ കഥ സൂറത്തുൽ ലുഖ്മാനിലുണ്ട്. സയ്യിദുനാ ലുഖ്മാൻ റളിയല്ലാഹു അൻഹു സുഡാനിയാണ് എന്നാണ് ചരിത്രം. സുഡാൻകാരനാണ്, കറുത്ത വർഗക്കാരനാണ്, മുടി പിരിഞ്ഞ മനുഷ്യനാണ് സയ്യിദുനാ ലുഖ്മാൻ റളിയല്ലാഹു അൻഹു. കറുത്ത വർഗക്കാരനായ സുഡാനിയായ ലുഖ്മാൻ റളിയല്ലാഹു അൻഹു തന്റെ മകന് കൊടുത്ത ഉപദേശങ്ങൾ പരിശുദ്ധ ഖുർആനിലെ രേഖയായി കിടക്കുന്നുണ്ട്. യാ ബുനയ്യ ലാ തുശ്രിക് ബില്ലാഹ് ഇന്നശ്ശിർക ലദുൽമുൻ അദീം. കുഞ്ഞിമോനെ, നീ അല്ലാഹുവിനെ ശിർക്ക് വെക്കരുത് മോനെ.
ശിർക്ക് പ്രപഞ്ചം കണ്ട ഏറ്റവും വലിയ അക്രമമാകുന്നു എന്ന് സയ്യിദുനാ ലുഖ്മാൻ റളിയല്ലാഹു അൻഹു തന്റെ മകന് കൊടുത്ത ഉപദേശമാണ്. നമ്മൾ ആരെങ്കിലും നമ്മളെ മക്കൾക്ക് മോനെ ഇജ്ജ് മുശ്രിക്കായി പോകരുത് കേട്ടോ എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ? ലുഖ്മാനുൽ ഹക്കീമിന് തന്റെ മകനെ കുറിച്ചുണ്ടായ ഭയം നമുക്ക് നമ്മളെ മക്കളെ കുറിച്ച് പലപ്പോഴും ഉണ്ടാകണില്ല. ലോകത്തെ കുറിച്ചുള്ള ഒരു വലിയ കാഴ്ചപ്പാടാണ് സയ്യിദുനാ ലുഖ്മാൻ റളിയല്ലാഹു അൻഹു തന്റെ മകനെ പഠിപ്പിക്കുന്നത്. ലോകത്തെ ഏറ്റവും വലിയ അക്രമം എന്ന് പറയുന്നത് അല്ലാഹുവിൽ ശിർക്ക് വെക്കലാണ്. ശിർക്കിനെ സഹായിക്കലും അങ്ങനെ തന്നെയാണ്, ശിർക്ക് വെക്കലും അങ്ങനെ തന്നെയാണ്, ശിർക്കിനെ സഹായിക്കലും അങ്ങനെ തന്നെയാണ്. ഇല്ലാ അൻ തത്തഖൂ മിൻഹും തുഖാതാ. അതുകൊണ്ട് ഒരു സംരക്ഷണം ഉദ്ദേശിച്ചുകൊണ്ട് ചെയ്യുകയാണെങ്കിൽ ഒഴികെ ലാ തത്തഖിദുൽ മുഅ്മിനീനൽ കാഫിരീന ഔലിയാ മിൻ ദൂനിൽ മുഅ്മിനീൻ ഇല്ലാ അൻ തത്തഖൂ മിൻഹും തുഖാതാ. ഒരു സംരക്ഷണം ആഗ്രഹിച്ചുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങൾ ഒഴിച്ച് ബാക്കി ശിർക്കിനെ സഹായിക്കുന്ന എല്ലാ കാര്യങ്ങളും ഇതുപോലെ തന്നെയാണ്. മക്കളെ കൂടെ കൂട്ടി ശിർക്കിനെ സഹായിക്കാൻ പോലും നമുക്കൊരു മടിയുമില്ല. ശിർക്ക് ചെയ്യാനോ ശിർക്കിനെ തൊട്ട് മോനെ ഒഴിഞ്ഞു നിൽക്കണമെന്ന് പറഞ്ഞു കൊടുക്കാനോ നമുക്ക് കഴിയുന്നില്ല. ശിർക്കിനെ സഹായിക്കുന്നിടത്തേക്ക് ഭാര്യയെയും മക്കളെയും കൂട്ടി പോകുന്നതിൽ പോലും മുഅ്മിനീങ്ങളായ ആളുകൾക്ക്, ഇസ്ലാമിന്റെ പേരുള്ളവർക്ക് ഒരു മടിയും തോന്നുന്നില്ല. സയ്യിദുനാ ലുഖ്മാൻ റളിയല്ലാഹു അൻഹു തന്റെ മകനോട് ഒരുപാട് കാര്യങ്ങൾ ഉപദേശിച്ചു. സയ്യിദുനാ ലുഖ്മാൻ റളിയല്ലാഹു അൻഹുവിനെ വാസ്തവത്തിൽ ലോകത്തെ എല്ലാ വാപ്പാരും മക്കളെ ഉപദേശിക്കുന്നുണ്ടല്ലോ. ലുഖ്മാൻ റളിയല്ലാഹു അൻഹുവിന് മുമ്പ് കഴിഞ്ഞു പോയ ആൾക്കാർ ഉപദേശിച്ചിട്ടുണ്ട്, ശേഷം കഴിഞ്ഞു പോയ ആൾക്കാർ ഉപദേശിച്ചിട്ടുണ്ട്. പക്ഷെ അതൊന്നും ഖുർആനിലില്ല. ലുഖ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഉപദേശം മാത്രം ഖുർആനിൽ വരാൻ എന്താ കാരണം? രണ്ടു കാരണങ്ങളെ കൊണ്ടാണ് സയ്യിദുനാ ലുഖ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഉപദേശം ഖുർആനിൽ വന്നത്. രണ്ട് കാരണങ്ങളെ കൊണ്ടാണ്. ഒന്ന്, സയ്യിദുനാ ലുഖ്മാൻ റളിയല്ലാഹു അൻഹു ഒരിക്കൽ ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത് രോഗിയായ ഒരാൾ വന്നിട്ട് ലുഖ്മാനോട് പറഞ്ഞു, അത്രേ ലുഖ്മാനെ, മരുന്ന് വാങ്ങാൻ കാശില്ല, വല്ലതും തരുമോ? ലുഖ്മാൻ കീശയിൽ കൈയിട്ട് നോക്കുമ്പോ ഒന്നുമില്ല, കാലിയാണ്. അപ്പൊ പറഞ്ഞു ലുഖ്മാൻ അദ്ദേഹത്തോട് പറഞ്ഞു, സഹോദരാ, നീ എന്നെ മാർക്കറ്റിൽ കൊണ്ടുപോയി വിറ്റിട്ട് മരുന്ന് വാങ്ങിക്കോ. അയാള് സയ്യിദുനാ ലുഖ്മാൻ റളിയല്ലാഹു അൻഹുവിനെ മാർക്കറ്റിൽ കൊണ്ടുപോയി, ചന്തയിൽ കൊണ്ടുപോയി, അടിമച്ചന്തയിൽ കൊണ്ടുപോയി വിറ്റിട്ട് മരുന്ന് വാങ്ങി ബാക്കി പൈസ ലുഖ്മാന്റെ അടുത്ത് തന്നെ കൊടുത്തു. മരുന്നായിട്ട് ബാക്കി പൈസ കൊടുത്തു. സയ്യിദുനാ ലുഖ്മാൻ റളിയല്ലാഹു അൻഹു ദീർഘകാലം അടിമയായി ജീവിച്ചു. സ്വന്തമായി അധ്വാനിച്ച് പണമുണ്ടാക്കി യജമാനന് പണം കൊടുത്ത് അടിമത്വ മോചനം നേടി വീണ്ടും ജീവിച്ചു ലുഖ്മാൻ റളിയല്ലാഹു അൻഹു. സാധുവായ ഒരു മനുഷ്യന് മരുന്ന് വാങ്ങാൻ സ്വന്തം ശരീരത്തെ വിൽപ്പന നടത്തി എന്നതാണ് സയ്യിദുനാ ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു അൻഹുവിനുണ്ടായ പ്രധാനപ്പെട്ട ഒരു യോഗ്യത. ലുഖ്മാനുൽ ഹകീമിന്റെ രണ്ടാമത്തെ ഒരു യോഗ്യത കൂടിയുണ്ട്. പ്രായമായ ഒരു മാതാവ് ലുഖ്മാൻ റളിയല്ലാഹു അൻഹുവിനുണ്ടായിരുന്നു. പ്രായമായ വൃദ്ധയായ ഒരു മാതാവുണ്ട്. എന്നും രാവിലെ വീട്ടിൽ നിന്ന് പോകുമ്പോ ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു അൻഹു ഉമ്മയുടെ അടുക്കൽ ചെന്ന് ചോദിക്കും, ഉമ്മ, ഞാൻ വൈകുന്നേരം മടങ്ങി വരുമ്പോ നിങ്ങൾക്ക് എന്താണ് കൊണ്ടുവരേണ്ടത് ഉമ്മ? ഞാൻ വൈകുന്നേരത്ത് വരുമ്പോ നിങ്ങൾക്ക് എന്താ കൊണ്ടുവരേണ്ടത് എന്ന് ഉമ്മ എന്തെങ്കിലും ഒന്ന് പറയും. മൂപ്പര് വൈകുന്നേരം വരുമ്പോ കൊണ്ടു കൊടുക്കും. ഉമ്മാക്ക് പ്രായം കൂടി വന്നു, പ്രായത്തിന്റെ അസ്വസ്ഥതകളും തുടങ്ങി. ഒരു ദിവസം രാവിലെ സയ്യിദുനാ ലുഖ്മാൻ റളിയല്ലാഹു അൻഹു വീട്ടിൽ നിന്ന് പോകുമ്പോ ഉമ്മയോട് ചോദിച്ചു, ഉമ്മ, ഇന്ന് വൈകുന്നേരം വരുമ്പോ ഞാൻ എന്താ കൊണ്ടുവരേണ്ടത്? ഉമ്മ പറഞ്ഞു, മോനെ, ഇന്ന് വൈകുന്നേരം എന്റെ മോൻ വരുമ്പോ സ്വർഗത്തിൽ നിന്ന് ഒരു പിടി മണ്ണ് കൊണ്ടുവരണം മോനെ. ഇന്ന് വൈകുന്നേരം വരുമ്പോ സ്വർഗത്തിന് ഒരു പിടി മണ്ണ് കൊണ്ടുവരണ്ടു പറഞ്ഞു. ലുഖ്മാൻ റളിയല്ലാഹു അൻഹു ഉമ്മാന്റെ കാലിന്റെ ഒട്ടിൽ നിന്ന് ഒരു പിടി മണ്ണിനെടുത്തിട്ട് കൊടുത്തിട്ട് പറഞ്ഞു, ഉമ്മ,
ഇതന്നെയാണ് സ്വർഗത്തിലെ ഒരു പിടി മണ്ണ് എന്ന് പറഞ്ഞു. സയ്യിദുനാ ലുഖ്മാൻ റളിയല്ലാഹു അൻഹുവിന് തന്റെ മകനെ ഉപദേശിക്കാൻ യോഗ്യതയുണ്ടാവാൻ കാരണം ലുഖ്മാൻ റളിയല്ലാഹു അൻഹു തന്റെ ഉമ്മയെ നോക്കി എന്നതാണ്. ഉമ്മാനെ നോക്കാത്തവർക്ക് മക്കളെ ഉപദേശിക്കാനുള്ള യോഗ്യത ഉണ്ടാവില്ല. സ്വന്തം അമ്മാരെ നോക്കാത്തവർക്ക് മക്കളെ ഉപദേശിക്കാൻ യോഗ്യത ഉണ്ടാവൂല. വലാ തഖുൽ ലഹുമാ ഉഫ്ഫിൻ വലാ തൻഹറുഹുമാ വഖുൽ ലഹുമാ ഖൗലൻ കരീമാ എന്ന് പറയാൻ കാരണം എന്ന് പറയേണ്ട അവസ്ഥ വന്നേക്കാം എന്നതുകൊണ്ട് തന്നെയാണ്. എന്ന് പറയരുത് എന്ന് പറയാൻ എന്താ കാരണം? അങ്ങനെ പറയേണ്ട അവസ്ഥ വന്നേക്കാം എന്നതുകൊണ്ട് തന്നെയാണ്. അപ്പോഴേ ഉമ്മയാവുള്ളൂ. അപ്പോഴാണ് ഖുർആൻ പറഞ്ഞ ഉമ്മയാവുള്ളൂ. എന്നിട്ട് അത് പറയരുത്. അങ്ങനെ പറയേണ്ട അവസ്ഥ വരും, എന്നിട്ട് നീ അത് പറയരുത്. എന്നാൽ മാത്രമേ നിനക്ക് നിന്റെ റബ്ബിന്റെ അടുക്കൽ സ്ഥാനമുള്ളൂ എന്ന് മനസ്സിലാക്കണം. വാപ്പി അങ്ങനെ തന്നെയാണ്. അൽ വാലിദു ഔസതു അബ്വാബിൽ ജന്നാ ഹബീബുനാ റസൂലുള്ളാഹി. വാപ്പ സ്വർഗത്തിന്റെ നടുക്കത്തെ വാതിലാണ് എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു. ഉമ്മാന്റെ കാലിന്റെ ഓട്ടിലാണ് സ്വർഗം, വാപ്പ സ്വർഗത്തിന്റെ നടുക്കത്തെ വാതിലുമാണ്. ജീവിതത്തിന്റെ വിജയം എന്ന് പറയുന്നത് ഉമ്മി വാപ്പിയാണ്. ഈ സത്യം ആർക്കെല്ലാം മനസ്സിലായോ അവർ മുഴുവൻ വിജയിക്കും. ജീവിതത്തിന്റെ വിജയം എന്ന് പറയുന്നത് ഉമ്മയും വാപ്പയുമാണ് എന്ന സത്യം ആർക്കെല്ലാം, ഏത് പെണ്ണിന് മനസ്സിലായോ, ഏതാണിന് മനസ്സിലായോ, ഏത് കുട്ടികൾക്ക് മനസ്സിലായോ, ഏത് പ്രായമായവർക്ക് മനസ്സിലായോ, അവർ വിജയിക്കും. ഈ സത്യം മനസ്സിലാക്കിയവർ മാത്രമേ വിജയിക്കൂ, അല്ലാത്ത മുഴുവൻ ആളുകളും പരാജയപ്പെടും. അല്ലാഹു സുബ്ഹാനഹു വ തആല വാപ്പ അമ്മ വാപ്പ അമ്മ വാപ്പ അമ്മ അങ്ങനെയാണ് ഈ ഭൂമിയെ, ഈ ഉലകത്തെ നിലനിർത്തുന്നത്. ഈ ഉലകത്തെ അങ്ങനെയാണ് നിലനിർത്തുന്നത് എന്ന് മനസ്സിലാക്കണം. അതിനനുസരിച്ചായിരിക്കണം കുടുംബജീവിതം ചിട്ടപ്പെടുത്തേണ്ടത്. അതുകൊണ്ട് മക്കളെ നല്ലോണം നോക്കണം.